നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. തിരൂരങ്ങാടി നഗരസഭ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച നഗരസഭാ വിദ്യാഭ്യാസ അവാർഡ് മീറ്റ് പ്രൗഢമായി. SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും LSS, USS, NMMS സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ചവരെയും യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ 1ാം റാങ്ക് നേടിയവരെയും മൊമെന്റോ നൽകി ആദരിച്ചു. ചെയർമാൻ KP മുഹമ്മദ് കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഒഴുക്കിലാണ് ഉന്നതങ്ങളിലേക്ക് കയറി പറക്കുക. പറന്നവരൊക്കെ എത്തിച്ചേർന്നത് വിദേശ സർവകലാശാലകളിലാണ്. ജോലി നേടാനും പഠിക്കാനും ജീവിക്കാനും വിവാഹം കഴിക്കാനും വരെ അറബ് ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളുമായി എത്തിച്ചേരുകയാണ്. ഈ സന്ദർഭത്തിൽ പൂർവ്വകാലം തൊട്ടേ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത ശ്രീകോവിലായിട്ടുള്ള തിരൂരങ്ങാടി വിദ്യാഭ്യാസം എന്ന് കേൾക്കാൻ തുടങ്ങിയ കാലത്ത് തന്നെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകത്വം വഹിച്ച ഒട്ടനവധി മഹാന്മാർ ഇവിടെ ഉണ്ട്. ആ കൂട്ടത്തിലേക്ക് കയറി വരികയാണ് പിഞ്ചോമന മക്കൾ, പൈതം മക്കൾ. അവർ ജേതാക്കളായി വരികയാണ്, അവാർഡ് നേടി വരികയാണ്. അവരാദരിക്കുകയാണ് ഈ സദസ്സ്. അവരെ പഠിപ്പിച്ച ടീച്ചർമാർ, നേതൃത്വപരമായി പങ്കുവഹിച്ച HMOമാർ, അവരെ പെറ്റുപോറ്റി വളർത്തിക്കൊണ്ടുവന്ന ഉമ്മമാർ, അമ്മമാർ, ഇവരുടെ ഒരു ചെറിയ വേദിയാണിത്. ഇതിനെ ഞങ്ങൾ ചെറുതായി കാണുന്നില്ല. ഈ നഗരസഭ കേരളത്തിലെ 1ാം തരം മുന്തിയ നഗരസഭയാണ്. സർക്കാരിൻ്റെ അവാർഡുകളും ഫണ്ടുകളൊക്കെ ഏറ്റുവാങ്ങിയവരാണ് ഞങ്ങൾ. ഇവിടെ ഒട്ടനവധി കോളേജ് പ്രിൻസിപ്പാൾ, PSMO കോളേജിൽ കേട്ടാൽ നമ്മളിന്ന് അത്ഭുതപ്പെട്ടു പോകും. ദാർഹൂദ് അപ്പുറത്ത് വരെ കിടക്കുന്നു. 3-4 ഹയർ സെക്കൻഡറി സ്കൂളുകൾ കിടക്കും. ബാക്കി UP സ്കൂളുകൾ, എയ്ഡഡ് ആൻഡ് ഗവൺമെൻറ് ആൻഡ് അൺഎയ്ഡഡ് സ്ഥാപനമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നത് ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. അവിടുത്തെ റിസൾട്ടുകൾ പണം കൂടാതെ പഠിക്കാവുന്ന സാധാരണക്കാർക്കും സാധുജനങ്ങൾക്കും പ്രയോജനകരമാകുന്ന വിദ്യാഭ്യാസം ഗവൺമെൻറ് തലത്തിൽ നന്നായി നടത്തിക്കൊണ്ടുപോയത്. ഒരു കമ്മി ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് പഠനത്തിൽ പിന്നോട്ടാണ് എന്നായിരുന്നു. എന്നാൽ ഇന്ന് സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ആ നിലവാരം മറികടന്ന് ഉന്നതിയിലേക്ക് പായുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണവും അതുപോലെ യൂണിഫോം വസ്ത്രവും നൽകി സർക്കാരിൻ്റെ സ്കൂളുകൾ വളരെ വിധമായി നമുക്ക് തുറന്നിട്ടിരിക്കുകയാണ്. ഈ മേഖലയിലെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ LSSൻ്റെയും NSSൻ്റെയും പഠിച്ച് സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്ക് USSൻ്റെ കുട്ടികൾക്ക് തുടർ പഠനം സാധ്യമാക്കുന്നതിന് ഞങ്ങളൊരു പ്രൊജക്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ പരീക്ഷണം എന്ന നിലക്കാണ് ഇവരെ ഞങ്ങൾ ആദരിക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, അവരുടെ രക്ഷിതാക്കളെയും അവർക്ക് പ്രേരകമായിട്ടുള്ള ടീച്ചേഴ്സിനെയും നമ്മൾ സജ്ജമാക്കുകയാണ്. തുടർന്ന് 3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ കൊല്ലത്തിൽ 2 പ്രാവശ്യമോ അതെങ്ങനെ നടത്തിക്കൊണ്ടുപോകണമെന്ന് ആലോചിക്കുകയാണ്. കുട്ടികൾ ഉയർന്നു വരുമ്പോൾ LSSന് മാർക്ക് വാങ്ങിയ കുട്ടി, സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടി തുടർന്ന് USSക്ക് വരുമ്പോൾ മാർക്ക് കുറഞ്ഞു പോകുന്നുണ്ടോ? 4ാം ക്ലാസ്സിൽ ജയിച്ചവർ 7-എത്തുമ്പോൾ കുറഞ്ഞു വരുന്നുണ്ടോ? ഈ പരീക്ഷണങ്ങളിൽ നോക്കിക്കൊണ്ടാണ് നമ്മൾ നിരീക്ഷണം നടത്തുന്നത്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുലൈഖ കാലോടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇക്ബാൽ കല്ലുങ്ങൽ, CP ഇസ്മായിൽ, സോന രതീഷ്, CP സുഹറാബി, താപ്പി റഹ്മത്തുള്ള, M അബ്ദുറഹ്മാൻ കുട്ടി, K കദിയാമു ടീച്ചർ, CH അജാസ്, PK മെഹബൂബ്, സൂപ്രണ്ട് K നസീം, RI പ്രസാദ്, HI സുരേഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.